നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ഇവിടെ എത്തിയിരിക്കുന്നു. ആശാ മഠത്തിൽ മലയാള സിനിമയിൽ ഒരുപിടി നല്ല കഥാപാത്രങ്ങളുമായി മലയാളികളുടെ മനസ്സിനെ കീഴടക്കിയ അഭിനേത്രി ആശാ മഠത്തിൽ. പിള്ളേരൊരാളെ കണ്ടുപിടിച്ച് നമ്മളടുത്ത് കൊണ്ടുവരുന്നതേ നമുക്കൂടെ ഇഷ്ടപ്പെടാൻ വേണ്ടിട്ടാ. അപ്പൊ അവർക്കില്ലാത്ത കുറ്റം കുറവ് നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മളൊരാളെ കണ്ടുപിടിച്ച് അവരെ ഇഷ്ടപ്പെടുത്താനും നോക്കും. ആശാ മഠത്തിൽ മലയാള സിനിമയിൽ ഒരുപിടി നല്ല കഥാപാത്രങ്ങളുമായി മലയാളികളുടെ മനസ്സിനെ കീഴടക്കിയ അഭിനേത്രി. കുട്ടമ്പിള്ളയുടെ ശിവരാത്രി, ഒരു കാറ്റിൽ ഒരു പായ്ക്കപ്പൽ, വലിയ പെരുന്നാൾ, മ്യാവു, ഹൃദയം, മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ്, തോൽവി, ഫിലിപ്സ്, ഗോളം, കുണ്ടന്നൂരിലെ കുൽസിതലഹള, ഐഡന്റിറ്റി തുടങ്ങിയ സിനിമകളുടെ കാമ്പുള്ള കഥാപാത്രങ്ങളെ വെള്ളിത്തിരയിൽ അവതരിപ്പിച്ച് കയ്യടി നേടിയ കഴിവുറ്റ കലാകാരി. കുടുംബ സിനിമകളുടെ പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ സിബി മലയിൽ 1986 സംവിധാനം ചെയ്ത ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം എന്ന സിനിമയിൽ ബാലതാരമായാണ് ശ്രീ ആശാ മഠത്തിൽ തുടക്കമിട്ടത്. കലാമണ്ഡലം ബീന പണിക്കരുടെ ശിക്ഷണത്തിൽ ഭരതനാട്യവും മോഹിനിയാട്ടവും ചെറുപ്രായത്തിൽ തന്നെ അഭ്യസിച്ചു. തന്റെ ജന്മദേശമായ കോഴിക്കോട് ജില്ലയിൽ തന്നെ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി പിന്നീട് ജെറ്റ് എയർവേസിലാണ് ഔദ്യോഗിക ജീവിതം ആശ ആരംഭിച്ചത്. വിവാഹത്തിന് ശേഷം ദുബായിലേക്ക് ചേക്കേറി. ഭർത്താവ് ശ്രീകാന്ത് കാരാട്ടിനോടും സ്നേഹനിധികളായ 2 ആൺമക്കളോടുമൊപ്പം മലയാള സിനിമാ ലോകത്തെ പുത്തൻ അവസരങ്ങൾക്കായി ആശ കൊതിയോടെ കാത്തിരിക്കുന്നു. 2025 ജനുവരി 3 തിയേറ്ററുകളിൽ എത്തിയ ഐഡന്റിറ്റി, റിലീസിംഗിന് ഒരുങ്ങുന്ന ആസാദി, ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഷൈൻ നിഗത്തിന്റെയും നയൻതാരയുടെയും സിനിമകളിലും ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നു. സിനിമകൾ കൂടാതെ മനോരമ മാക്സിൽ സോൾ സീരീസ്, സോണി ലൈവിലെ മനു അശോക് സംവിധാനം ചെയ്യുന്ന ഐസ് എന്നീ വെബ് സീരീസുകളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നാടിയിലും ഭേദമേരിയെ ടൗണിലൊക്കെ ഡേറ്റിംഗ് ആപ്പാണ്. എന്താ ഈ വാട്സപ്പൊക്കെ പോലെ പെൺകുട്ടികൾ ആൺകുട്ടികൾ ലൈക്കാക്കൂ, പിന്നെ ആൺകുട്ടി പെൺകുട്ടികൾ ലൈക്കാക്കൂ, എന്നിട്ട് അതെ. ഞാനും തമ്പാനും പ്ലാൻ ചെയ്തിരിക്കുന്നത് പ്രായമായ മക്കളൊന്നും അടുപ്പിക്കില്ലെന്നാ. ഞങ്ങൾ വല്ല മലയുടെ മുകളിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അസിസ്റ്റഡ് ലിവിംഗ് ഹോമിൽ പോയി താമസിക്കും. മക്കളെ അടുപ്പിക്കത്തില്ല, ബന്ധുക്കളെ അടുപ്പിക്കത്തില്ല. സംഗമോത്സവം 2025 വർണ്ണാഭമായ ഈ വേദിയിൽ ശ്രീമതി ആശാ മഠത്തിലിന് ഞങ്ങളുടെ സ്നേഹാദരം. സംഗമോത്സവം 2025 വർണ്ണാഭമായ ഈ വേദിയിൽ ശ്രീമതി ആശാ മഠത്തിന് ഞങ്ങളുടെ സ്നേഹാദരം. എല്ലാവരും കൈകളടിച്ച് വരവേൽക്കുക. കൈകളടിച്ച് വരവേൽക്കുക ശ്രീമതി ആശാ മഠത്തിലിന് സംഗമം 2025 സംഗമോത്സവത്തിലേക്ക് സ്വാഗതം. സംഗമോത്സവം 2025 വർണ്ണാഭമായ ഈ വേദിയിലേക്ക് ശ്രീമതി ആശാ മഠത്തിലിന് ഞങ്ങളുടെ സ്നേഹാദരം. രണ്ടു വാക്ക് മതിയോ? പോരാ, കുറച്ചധികം വാക്കുകൾ വേണം, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സത്യമായിട്ട് എനിക്ക് മുന്നിൽ ആരാളോ ഒന്നും കാണുന്നില്ല കേട്ടോ. ഇവിടെ ലൈറ്റ് ഒന്ന് ഡിമാക്കി കൊടുക്കൂ. ഇപ്പോഴാണത് കാണുന്നത്. എന്താ പറയാ, സന്തോഷം. എൻ്റെ നാട്ടില് എൻ്റെ ആൾക്കാരുടെ ഇടയിൽ, അതും 96-97 തൊട്ടിട്ട് ഒരുമിച്ചുള്ള 4 പേരുടെ കൂടെ ഇതുപോലൊരു വേദിയിൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യമായിട്ടും ഒരു അച്ചീവ്മെൻ്റ് ആയിട്ടെന്ന് ഞാൻ കണക്കാക്കുന്നു.
ഞാനൊരു പ്രവാസി ആയതുകൊണ്ട് തന്നെ ഇത്തരം ഒരു പ്രോഗ്രാം ഞാൻ നാട്ടിൽ ഇന്ന് വരെ അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പം അതിന് ഒരവസരം ഉണ്ടാക്കി തന്ന പ്രിയ സുഹൃത്ത് ശ്യാമും ജ്യൂസിയും ബിന്ദു എല്ലാവർക്കും, പിന്നെ സംഗമം റെസിഡൻസ് അസോസിയേഷൻ്റെ 17th സംഗമോത്സവത്തിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും ഹൃദയം നിറഞ്ഞ താങ്ക് യു. മേഡം, ഒരു ചോദ്യം. കലാമണ്ഡലം ബീന പണിക്കരുടെ ശിക്ഷണത്തിൽ ഭരതനാട്യവും മോഹിനിയാട്ടവും ചെറുപ്രായത്തിൽ തന്നെ ഡാൻസ് ചെയ്യാൻ പറയരുതിട്ടാ. 2 സ്റ്റെപ്പ് കളിക്കണമെങ്കിൽ കളിക്കാം, ആഗ്രഹമുണ്ടെങ്കിൽ. അയ്യോ ഇല്ല പറ്റില്ല. പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 2 സ്റ്റെപ്പ് കളിക്കും. വേണോ? ഇല്ല. ശ്യാമിനോട് ആദ്യമേ പറഞ്ഞാണ് മൈക്ക് തരരുത്, എനിക്കത് ശീലമില്ല. പിന്നെ നമ്മുടെ ആൾക്കാര്, നമ്മളെ നാട്, നമ്മുടെ സ്വന്തം ആൾക്കാരായതുകൊണ്ട് എന്തും പറയാലോ. പക്ഷെ പറയുമ്പോൾ ഒരു പേടിയുണ്ട്, കാരണം ലൈഫ് ലോങ് ഇവർ 4 പേരും എന്നെ കൊല്ലും ഇത് പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചെന്നെ സംസാരിക്കണം. കാര്യം ഇത് പറയാൻ കാര്യം, പിന്നെ ഡാൻസ് ഒക്കെ അടച്ചു പൂട്ടിയിട്ട് കൊല്ലങ്ങളായി, ഒരു 20 വർഷത്തിന്റെ മേലെയായി. ഓക്കെ ജ്യൂസി കാര്യം കുൽസിത, പിന്നെ കുണ്ടന്നൂരിലെ കുൽസിത ലഹള ആ സിനിമ കണ്ടപ്പോൾ അതിൽ വളരെ സരസമായ, വളരെ ഒരു ഹാസ്യരൂപേണയുള്ള ഒരു ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗ് ഒന്ന് പറയാൻ പറ്റുമോ? ജിഗി ജിഗി ജിഗി. അത് തന്നെ. കൈയടിക്കൂ, എല്ലാവരും കൈയടിക്കൂ, പ്രോത്സാഹിപ്പിക്കൂ. എന്റെ ഗുരുവായൂരപ്പ, പ്രോത്സാഹത്തിന് അല്ലെങ്കിലും കോഴിക്കോട്ടുകാരെ ഒട്ടും മോശമല്ല. പക്ഷെ എന്നാലും അത് ഓർമ്മ വരണ്ടേ. എന്തായിരുന്നു ഗുരുവായൂരപ്പ പഠിച്ചോലെ, വിടമാട്ടയല്ലോ. ഇപ്പൊ മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ. സത്യമായിട്ട് ഓർമ്മ വരുന്നുണ്ട്. ഒരു ജിഗി ജിഗി ജിഗ ഉണ്ടായിരുന്നു എന്നല്ലാതെ ബാക്കിയൊന്നും ഓർമ്മ വരുന്നില്ല. അതായത് ചെറിയൊരു രൂപം തരാം. അതായത് പുതിയ ജനറേഷൻ ഇപ്പോ വാട്സപ്പിലാണ് കംപ്ലീറ്റ് പരിപാടി. അത് ആദ്യം ഒരു ആപ്പ് ഉണ്ട്, ആ ആപ്പിൽ എന്തോ സംഭവം ചെയ്തതിന് ശേഷം ജിഗി 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 അങ്ങനെ ഒരു ഡയലോഗാണ്. പറഞ്ഞോ. ഇതൊന്നും ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. ശ്യാമേ ഒന്ന് പുറത്തേക്ക്. എന്തായാലും മേഡത്തിന്റെ കുട്ടമ്പിള്ളയുടെ ശിവരാത്രി, ഒരു കാറ്റിൽ ഒരു പായ്ക്കപ്പൽ, വലിയ പെരുന്നാൾ, മ്യാവു, ഹൃദയം, മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ്, തോൽവി FC, ഫിലിപ്സ്, ഗോളം, കുണ്ടന്നൂരിലെ കുൽസിത ലഹള, ഐഡന്റിറ്റി, ഇനി ഇറങ്ങാൻ പോകുന്ന പടങ്ങൾ അത് വേറെയും, ആസാദി, അങ്ങനെയുള്ള. അപ്പൊ ഇത്രയും പടങ്ങൾ അഭിനയിച്ചതിൽ മേഡത്തിന് ഉണ്ടായ അനുഭവം ഒന്ന് പറയാമോ? ഇതെല്ലാം ന്യൂ ജനറേഷൻ സിനിമകളായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പഴയ സിനിമയും, അതായത് 1986 മേഡം ഈ ഫിലിം ഫീൽഡിൽ എത്തുന്നത്. ഓക്കെ, അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നത്. ഫസ്റ്റ് സ്റ്റാൻഡേർഡില് എന്താ പറയുക, വെക്കേഷൻ സമയത്താണ് അത് ചെയ്യുന്നത്. പക്ഷെ അതൊരു സിനിമയാണെന്നോ, അല്ലെങ്കിൽ ഞാൻ കൂടെ അഭിനയിക്കുന്നത്, അല്ലെങ്കിൽ അടുത്തുള്ള ആള് മോഹൻലാൽ, ശ്രീ മോഹൻലാൽ ആണെന്നോ, സുകുമാരമ്മി ആണെന്നോ, ജഗദീഷ് ശ്രീകുമാർ, ഇവർ അന്നത്തെ അല്ല ഇന്നത്തെ ലെജൻസ് തന്നെയാണ് കേട്ടോ. അന്നത്തെ എന്ന് പറയാൻ പറ്റില്ല, ഓൾവേസ് ലെജൻസ് ആണ് അവരൊക്കെ. പക്ഷെ അതൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല. എവിടെയാ ക്യാമറ വെക്കണേ, എന്താന്ന്. ആകെ ഉണ്ടായിരുന്നത് ഉപ്പുമാവ് ഇടയ്ക്കിടയ്ക്ക് കിട്ടും, ബിസ്ക്കറ്റ് കിട്ടും, ജ്യൂസ് കിട്ടും, പിന്നെ മോഹൻലാലിന്റെ തലതോർത്തി തന്നിട്ടുണ്ട് ശ്രീ മോഹൻലാൽ. നല്ല ഓർമ്മകളെ അത് ആ സിനിമയുള്ളൂ. വളരെ സന്തോഷം. പിന്നെ ഈ ന്യൂ ജനറേഷൻ സിനിമകളെ പറ്റി എന്താണ് മേഡത്തിന്റെ അഭിപ്രായം? അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഓക്കെ, സിനിമയിൽ അഭിനയിക്കാൻ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട്. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ റെസിഡൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഉള്ളിലെ കല വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അതിന്റെ ആദ്യ പാഠമാണ് ഈ റെസിഡൻസുകളിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് 17 വർഷമായി ഇപ്പോൾ പരിപാടി നടക്കുന്നു. ആദ്യ വർഷങ്ങളിൽ നടന്നിരുന്ന ആളുകൾ ഇപ്പോൾ അതിഗംഭീരമായി ഡാൻസ് കളിക്കുന്നു, സംസാരിക്കുന്നു, പാട്ട് പാടുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് സിനിമയിലേക്ക് വരാനായിട്ട് എന്താണ് ഉപദേശം കൊടുക്കാനായിട്ടുള്ളത് മേഡത്തിന്? സിനിമയിലേക്ക് ഞാൻ തന്നെ വളരെ ആക്സിഡൻ്റലി, അതൊരു ക്ലീശേ ശബ്ദമാണ്, എന്നാലും അങ്ങനെയാണ് ഞാൻ വന്നത്. സിനിമയിലേക്ക് നിങ്ങൾ ട്രൈ ചെയ്യുക, അത്ര തന്നെയുള്ളൂ. കാരണം സിനിമ അത് സംഭവിക്കേണ്ട ഒരു സാധനമാണ്. നമുക്കറിയില്ല എപ്പോഴാണ്, ആരാണ്, എവിടെയാണ്, എന്താണെന്നുള്ളത്. അപ്പൊ ജ്യൂസി വിചാരിക്കുന്നുണ്ടാവും നാഷണൽ കോളേജിൽ പണ്ട് എൻ്റെ കൂടെ കളിച്ചു നടന്നാണ് അത് എവിടെ നിൽക്കണമെന്നുള്ളത് അല്ലേ. എനിക്ക് സത്യത്തിൽ ഇവിടെ നിൽക്കുമ്പം ഞാൻ പോലീസ് ക്വാർട്ടേഴ്സിലാണ് വളർന്നിട്ടുള്ളത്, കോഴിക്കോട്. ഞങ്ങൾ 92 മണിച്ചിത്രത്താഴ് ഇറങ്ങിയ സമയത്ത് അന്ന് ഞങ്ങൾ ഇതുപോലൊരു പ്രോഗ്രാം, അന്ന് അതൊരു ഒരു പുതിയൊരു സംഭവമായിരുന്നു. സ്റ്റേജ് പൊട്ടി വീണു, അതൊക്കെ വേറെ കാര്യം. പക്ഷെ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് അതൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ,
അതായത് ഈ ജനുവരി 3 തിയേറ്ററുകളിൽ എത്തിയ ഐഡന്റിറ്റി റിലീസിങ്ങിന് ഒരുങ്ങുന്ന ആസാദി, ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഷൈനകത്തിന്റെ നയൻതാരയുടെയും സിനിമകളിൽ ശ്രദ്ധേയമായ രണ്ട് സിനിമയാട്ടോ. ഓക്കെ. അങ്ങനെ വരുമ്പോ നയൻതാരയുടെ ഒപ്പം ഇപ്പൊ ഷൂട്ടിംഗ് ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യാൻ പോണേ ഉള്ളൂ. ഷെയ്ന്റെ കൂടെ ഇപ്പം അവര് അതിന്റെ പേര് അനൗൺസ് ചെയ്തിട്ടില്ല, പേരിട്ടു പക്ഷെ അനൗൺസ് ചെയ്തിട്ടില്ല. അത് കോയമ്പത്തൂരായിരുന്നു ഷൂട്ട്. ഓക്കെ, താങ്ക് യു. പിന്നെ സിനിമകൾ കൂടാതെ മലയാള മനോരമയിലെ സോൾ സീരീസ്, അതെ, പിന്നെ സോൾ, പിന്നെ സോണി ലൈവിലെ മനു അശോക് സംവിധാനം ചെയ്യുന്ന ഐസ്, ഇതിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? അണലി എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസും കൂടെ വരുന്നുണ്ട്. അത് മിഥുൻ മാനുവൽ തോമസിന്റെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സീരീസാണ് ഹോട്ട്സ്റ്റാറിൽ. തീർച്ചയായിട്ടും കാണണം, ഈ വർഷം തന്നെ അതുണ്ടാകും. പിന്നെ സോൾ സ്റ്റോറീസും ഇതുപോലെ ഒരു 5 എപ്പിസോഡിലുള്ള ഒരു സീരീസാണ്. ഇന്ന് നല്ല ഏത് കാലവും സ്ത്രീകൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, സ്ത്രീകൾ മാത്രമല്ല പെൺകുട്ടികളും ഒക്കെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സോഷ്യലി നോമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന 5 സ്റ്റോറീസാണ്. ഓക്കെ, അപ്പോൾ മലയാള മനോരമയിൽ എല്ലാവരും അത് കണ്ട് വിജയിപ്പിക്കുക അല്ലേ? നന്നായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ അതിന് വ്യൂവർഷിപ്പ് ഉണ്ട്. സുഹാസിനി മാം ആണ് അതിൽ ഒരു എപ്പിസോഡ് ചെയ്തിരിക്കുന്നത്. അതിലൊരു എപ്പിസോഡ് ഞാനാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം എൻ്റെ കലബില കേട്ട് മിണ്ടാതിരുന്നതിൽ, കൂക്കാതിരുന്നതിൽ താങ്ക് യു സോ മച്ച്. അടുത്തതായി നമ്മുടെ അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എല്ലാവരും തന്നെ വേദിയിലേക്ക് എത്തണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. സംഗമ റെസിഡൻസിന്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എല്ലാവരും തന്നെ വേദിയിൽ എത്തണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അതിനുശേഷം നമ്മുടെ സെലിബ്രിറ്റി വീഡിയോ പ്രകാശനം ഉണ്ടായിരിക്കുന്നതാണ്. എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എല്ലാവരും തന്നെ വേദിയിലേക്ക് എത്തുക. എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എത്രയും പെട്ടെന്ന് വേദിയിൽ എത്തേണ്ടതാണ്. പെട്ടെന്ന് വരിക. അത് കഴിഞ്ഞാൽ എത്തിക്കഴിഞ്ഞാൽ വീഡിയോ പ്രകാശനത്തിന് വേണ്ടിയാണ്. അജിയേട്ടൻ, ജയേഷൻ, ശ്രീനിവാസ്, സേതു, റസിൽ, ഷാജു, ധനീഷ്, ഗംഗാധരേട്ടൻ എല്ലാവരും സ്റ്റേജിൽ എത്തുക. അടുത്തതായി നമുക്കൊരു വീഡിയോ പ്രകാശനമാണ്. വീഡിയോ പ്രകാശനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കാൻ വേണ്ടി മൈക്ക് ഞാൻ കൈമാറുന്നു ശ്രീമതി ആശാ മഠത്തിൽ. ഇത്രയൊക്കെ ഔദ്യോഗികമാക്കണോ? വീഡിയോ പ്രകാശനം ചെയ്യുന്നു, കഴിഞ്ഞു. ലൈറ്റ് ഓഫ്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നഗരം. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞ് 6ാം വാർഡിൽ കരുവശ്ശേരിക്ക് തിലക്ക് കുറിച്ചാർത്തി നമ്മുടെ സംഗമം റെസിഡൻഷ്യൽ വെൽഫെയർ അസോസിയേഷൻ. 2008 സ്ഥാപിതമായ നമ്മുടെ അസോസിയേഷൻ 1.5 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ പകരം വെക്കാനില്ലാത്ത സാമൂഹിക പ്രതിബദ്ധത കൊണ്ടും പ്രവർത്തന മികവ് കൊണ്ടും നേട്ടങ്ങൾ കൈവരിച്ച് മുന്നേറുകയാണ്. നമ്മുടെ അസോസിയേഷന്റെ പ്രവർത്തനം 22 പേരടങ്ങുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കാണ്. രക്ഷാധികാരികളും അഡ്വൈസറി കമ്മിറ്റിയും യൂത്ത് വിംഗ് കമ്മിറ്റിയും അടങ്ങുന്ന
ഉപ കമ്മിറ്റികൾ നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് താങ്ങായി നിലകൊള്ളുന്നു. അസോസിയേഷൻ അംഗങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തിയും സന്നദ്ധ സംഘടനകളുമായി ചേർന്ന് മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചും സമീപ ഹോസ്പിറ്റലിൽ നിന്ന് ചികിത്സാ ഡിസ്കൗണ്ട് വാങ്ങിച്ചെടുത്തും സംരക്ഷണത്തിന്റെ ചട്ടക്കൂട് ഒരുക്കാൻ നമുക്ക് സാധിച്ചു. അംഗങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഗ്യാസ് മസ്റ്ററിങ്ങും പെൻഷൻ മസ്റ്ററിങ്ങും നടത്തി വാർഡ് കൗൺസിലറുടെ സഹായത്തോടെ കെട്ടിട നികുതിയും ഭൂനികുതിയും കൊടുക്കാൻ അവസരം ഒരുക്കി. കോഴിക്കോട് കോർപ്പറേഷന്റെ അഴക് പദ്ധതിയുടെ ഭാഗമായി ഹരിത കർമ്മസേനയുടെ സഹകരണത്തോടെ മാലിന്യ സംസ്കരണം ഫലപ്രദമായി നടപ്പാക്കി റെസിഡൻസ് സേവനങ്ങൾ മെച്ചപ്പെടുത്താൻ നമുക്കായിട്ടുണ്ട്. ഗാന്ധി ജയന്തിയും സ്വാതന്ത്ര്യ ദിനാഘോഷവും ആവേശത്തോടെയും അതിലേറെ ആഹ്ലാദത്തോടെയും നടത്തി നമ്മൾ പുതിയ തലമുറയിലേക്ക് ദേശസ്നേഹത്തിന്റെ വിത്തുകൾ പാകുകയായിരുന്നു. ലഹരി മാഫിയയ്ക്കെതിരെ ഒരു തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് അസോസിയേഷൻ നടത്തിയ ചുവടുവെപ്പായിരുന്നു 250ഓളം അംഗങ്ങൾ പങ്കെടുത്ത ലഹരി വിരുദ്ധ പ്രതിജ്ഞയും മനുഷ്യച്ചങ്ങലയും. മാധ്യമങ്ങളിലൂടെ ഈ വാർത്തകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അതുവഴി പൊതുജന ശ്രദ്ധ പിടിച്ചുപറ്റാനും നമുക്ക് സാധിച്ചു. അമ്മമാർ വീടിന്റെ വിളക്കാണ്. വീടിനും വീട്ടുകാർക്കും വെളിച്ചമേകിയ അമ്മമാർക്ക് വേണ്ടി മാത്രമായി ഒരു യാത്ര. അങ്ങനെ ഒരാശയം കൊണ്ടുവന്ന അസോസിയേഷന്റെ ഭാരവാഹികൾ എന്തുകൊണ്ടും അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. കടലു കാണാൻ, കാടു കാണാൻ, കൂട്ടുകൂടി പാട്ടുപാടാൻ ഒരവസരം അവർക്കായി നമ്മൾ ഒരുക്കി. അവരുടെ കണ്ണിലെ തിളക്കവും ചുണ്ടിലെ പുഞ്ചിരിയും കാണാനായത് നമ്മുടെ നേട്ടങ്ങൾ തന്നെയാണ്. ഓരോ വാർഷിക നാളിലും പ്രായമായവരെ അസോസിയേഷൻ പ്രത്യേകം ആദരിക്കാറുണ്ട്. മനസ്സ് നിറഞ്ഞ അവരുടെ അനുഗ്രഹം എന്നും നമുക്ക് ഊർജമാണ്. ഓണവും ക്രിസ്തുമസും പെരുന്നാളും നമുക്ക് ആഘോഷങ്ങൾ മാത്രമല്ല, ജാതി രാഷ്ട്രീയങ്ങൾക്കപ്പുറത്ത് എല്ലാവരും ഒന്നിക്കുന്ന കൂടിച്ചേരലുകളാണ്. ഓണത്തിന് മാവേലി തന്റെ പ്രജകളെ കാണാൻ അസോസിയേഷന്റെ വീടുകളിൽ കയറിയിറങ്ങിയത് ഓർക്കുന്നില്ലേ? ഉറിയടിയും വടംവലിയും ഓണക്കളികളുമായി നമ്മൾ ഓണം കൊണ്ടാടി. നോമ്പിന്റെ പുണ്യം തേടി നമ്മൾ നടത്തിയ ഇഫ്താർ വിരുന്ന് അതിഗംഭീരമായി. വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞ റംസാൻ മാസം. ക്രിസ്തുമസ് തലേന്ന് അപ്പൂപ്പനും കരോൾ സംഘവും ആടിപ്പാടി നമ്മുടെ തെരുവുകളെ സജീവമാക്കിയില്ലേ? കേക്ക് മുറിച്ചും സ്നേഹം പങ്കുവെച്ചും പുതുവർഷ പുലരിയെ നമ്മൾ ആകാംക്ഷയോടെ വരവേറ്റു. ആഘോഷങ്ങൾക്ക് നമുക്കിടയിൽ ഞാനെന്നോ നീയെന്നോ വ്യത്യാസമില്ല. നമ്മൾ മാത്രം. അതെ, സംഗമത്തിലെ അംഗങ്ങളായ നമ്മൾ. തിരക്ക് പിടിച്ച ജീവിതത്തിൽ വ്യായാമത്തിന്റെ ആവശ്യകത വിളിച്ചോതി സ്പോർട്സ് ഫെസ്റ്റിന് മുന്നോടിയായി നടത്തിയ കൂട്ട ഓട്ടം വ്യത്യസ്തതയാർന്ന ഒന്നായി. മരക്കാട്ട് വയലിൽ വെച്ച് നടത്തിയ സ്പോർട്സ് ഫെസ്റ്റിൽ എല്ലാ പ്രായക്കാർക്കും വെവ്വേറെ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. മത്സരങ്ങളിൽ പങ്കെടുക്കുവാനും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാനും ആവേശത്തോടെ നമ്മുടെ അംഗങ്ങൾ അണിനിരന്നത് നമ്മൾ കണ്ടതാണ്. ഈ സംഘടനാ മികവും അംഗങ്ങളുടെ സഹകരണവും കൈമുതലാക്കി സ്പോർട്സിന് പുതിയ മാനങ്ങൾ രചിക്കാൻ തയ്യാറെടുക്കുകയാണ് നമ്മുടെ റെസിഡൻസ്. വാർഷികാഘോഷങ്ങൾ നമുക്കെന്നും ഉത്സവമേളമായിരുന്നു. മാസങ്ങൾക്ക് മുൻപേ തുടങ്ങുന്ന തയ്യാറെടുപ്പുകൾ, എല്ലായിടത്തും ഉത്സാഹം, ആവേശം, സന്തോഷം, തിരക്കിട്ട ചർച്ചകൾ, ഉദ്ഘാടകനെ ക്ഷണിക്കൽ, രാത്രികളെ പകലാക്കി മാറ്റിയ പ്രാക്ടീസുകൾ. അതാണ് നമ്മൾക്ക് സംഗമോത്സവം. ഉത്സവത്തിന് മുന്നോടിയായി വിളംബര ജാഥ, വയറ് നിറയെ ഭക്ഷണം വിളമ്പാൻ ഫുഡ് കമ്മിറ്റി, കൈ നിറയെ സമ്മാനം നൽകാൻ വളണ്ടിയർ കമ്മിറ്റി, ഡാൻസും പാട്ടും തിരുവാതിരക്കളിയും ദഫ്മുട്ടും ഒപ്പനയും നാടകവും എല്ലാം ചേർന്ന് പാതിരാവരെ നീളുന്ന ആഘോഷ രാവ്. കുട്ടികളും ചെറുപ്പക്കാരും പ്രായമായവരും ഒരേ ആവേശത്തോടെ നെഞ്ചോട് ചേർക്കുന്ന നമ്മുടെ സംഗമോത്സവം.
സഹജീവികൾക്ക് നമ്മെ കൊണ്ടുണ്ടാകുന്ന സഹായങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ അധികാരികൾക്കൊപ്പം എന്നും സംഗമം റെസിഡൻസ് അസോസിയേഷൻ ഉണ്ടായിരുന്നു. അംഗങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത തുക മുഖ്യമന്ത്രിയുടെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ നിധിയിൽ നിക്ഷേപിച്ചപ്പോഴും ഉരുൾപൊട്ടിയൊഴുകിയ ജീവിതങ്ങൾക്ക് ഉള്ള സാമ്പത്തിക സഹായം കളക്ടറുടെ കരങ്ങളിൽ എത്തിച്ചപ്പോഴും നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റുകയായിരുന്നു. അംഗങ്ങൾക്ക് ലഭിച്ച അവാർഡുകളും അംഗീകാരങ്ങളും അസോസിയേഷന്റെ തന്നെ അഭിമാനമായി കരുതി അവരെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ മറന്നില്ല. എല്ലാവർക്കും അർഹിക്കുന്ന അനുമോദനങ്ങൾ നമ്മൾ നൽകി. സംഗമം കുടുംബത്തിന്റെ തന്നെ നേട്ടമായി കരുതി സന്തോഷിച്ചു. മലയാള മനോരമ മലബാർ ഗോൾഡും സംയുക്തമായി നടത്തിയ ചുറ്റുവട്ടം അവാർഡ് 2023-2024 കേരളത്തിലെ 2000-ഓളം വരുന്ന മറ്റു റെസിഡൻസ് അസോസിയേഷനുകളോട് മത്സരിച്ച് 3-ാം റൗണ്ട് വരെ എത്തി മികച്ച അസോസിയേഷനുകളുടെ പട്ടികയിൽ ഇടം പിടിക്കാനായത് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച വലിയ അംഗീകാരമാണ്. നേട്ടങ്ങൾ ഇനിയും കൈവരിക്കാനുണ്ട്. ഈ കൂട്ടായ്മയ്ക്ക് ഇനിയും ഒരുപാട് ചെയ്യാൻ സാധിക്കും. എൻ്റെ റെസിഡൻസ് എൻ്റെ അഭിമാനം എന്ന മുദ്രാവാക്യം നെഞ്ചോട് ചേർത്ത് നമ്മുടെ നേട്ടങ്ങളും സന്തോഷങ്ങളും പങ്കുവച്ച് ഇനിയുള്ള യാത്രയിൽ ഒരുമിച്ച് നിൽക്കാനും മുന്നേറാനും നമുക്ക് സാധിക്കട്ടെ. ഹലോ, എല്ലാരും ഒന്ന് ഏറ്റു പറയണം, എൻ്റെ റെസിഡൻസ് എൻ്റെ അഭിമാനം കേട്ടോ. എല്ലാരും അപ്പൊ റെഡി, 1 2 3. എൻ്റെ റെസിഡൻസ് എൻ്റെ അഭിമാനം. റെസിഡൻസ് എൻ്റെ അഭിമാനം. എൻ്റെ റെസിഡൻസ് എൻ്റെ അഭിമാനം. ഇനി ആശക്ക് എന്തോ പറയാനുണ്ടാവും ഈ വീഡിയോ കണ്ടിട്ട്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ സെലിബ്രിറ്റി എന്താ പറയണേന്ന് നോക്കാം. ഒന്നും പറയാനില്ല, അടിപൊളി. അല്ല, എന്നോട് ബാക്ക് സ്റ്റേജിൽ നിന്ന് ശ്യാമ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നീ എന്നെ പറ്റി ഒരു 3-4 വാക്ക് നല്ലത് പറയണം. ബിന്ദു പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പറയണം എന്നുള്ളത്. കൊള്ളാട്ടോ. ജ്യൂസി, എനിക്ക് ഏറ്റവും അത്ഭുതമായി തോന്നിയ ജ്യൂസി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ജ്യൂസിയെ ഇങ്ങനെ ഒരു മാറ്റം കാണുമ്പോൾ ആയിരിക്കാം ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ബാക്കി ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും നമ്മുടെ സ്വന്തം ആൾക്കാരല്ലേ, എവിടെ നിന്നാലും എന്താ കുഴപ്പമില്ല. ചിലപ്പോൾ നാളെ എന്താ പറയുക, ഈ റോട്ടിൽ കൂടെയൊക്കെ ഞാനിങ്ങനെ നടന്നൊക്കെ പോണ കാണാം. പ്ലീസ് കൂക്കരുതേ. അപ്പോൾ ജ്യൂസി, എല്ലാ ക്രെഡിറ്റ്സും നിനക്ക് തന്നെ. അടിപൊളി, ഭയങ്കര സന്തോഷം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ. സത്യം ആണ്. എന്നാലും എത്ര ആൾക്കാർ പിന്നിലുണ്ടെങ്കിലും മുന്നിൽ നിന്ന് അതിനെ ഗൈഡ് ചെയ്യാൻ ഒരാൾ അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. അപ്പോൾ ഒരാൾ വേണം. ആ ആളായി നീ നിൽക്കുന്നു എന്ന് കാണുമ്പോൾ ഭയങ്കര പ്രൗഡ്, നല്ല സന്തോഷം. യെസ്, ജ്യൂസിക്ക് ഒരു വലിയൊരു കയ്യടി ആവശ്യമുണ്ട്. നല്ല വാക്കുകൾക്ക് നന്ദി മാഡം. അല്ലട്ടോ, സത്യമായിട്ടും ശ്യാമും ബിന്ദു മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ അവരെ പറ്റി സംസാരിക്കണം എന്നുള്ള. ജ്യൂസി പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിൽ നിന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, സത്യസന്ധമായ വാക്കുകളാണ്. എനിക്ക് മനസ്സിലായി. ഞാൻ ആ വഴി നേരെ പോകും. ഓക്കെ, വളരെ സന്തോഷം, നല്ല വാക്കുകൾ പറഞ്ഞ്. ഒരു ഫോട്ടോ സെഷന് വേണ്ടി എല്ലാവരും സെന്ററിൽ ഒന്ന് നിൽക്കണം. ഫോട്ടോ സെഷൻ അത് കഴിഞ്ഞിട്ട്. എൻ്റെ റെസിഡൻസ് എൻ്റെ അഭിമാനം. താങ്ക് യു. അടുത്തതായി നമ്മുടെ എല്ലാ എക്സിക്യൂട്ടീവ്സിൻ്റെയും മുന്നിൽ വെച്ച് നമ്മുടെ ശ്രീമതി ആശാ മഠത്തിൽ ഒരു ഉപകാരം കൈമാറുന്നതിന് വേണ്ടി സെക്രട്ടറിയെ ക്ഷണിക്കുന്നു. കൈയടിക്കൂ.